ഈ ഷിരൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാം. അവിടെ ക്യാമ്പ് ചെയ്ത് നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ തലവനെ ശ്രീകാന്തിലേക്ക് പോകാം. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ തൃശ്ശൂർക്കാർ ഡ്രഡ്ജിങ് മെഷീനൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ അധികാരികളുടെ അനുമതി ലഭിച്ചാലുടൻ ഇത് തൃശ്ശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് യാത്രയാകും. എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഷിരൂരിലെ ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന ആ പ്രധാനപ്പെട്ട മെയിൻ എൻട്രി ഗേറ്റിലാണ്. ഇന്നും ഇതുവഴി ഗതാഗതം അനുവദനീയമല്ല. കാരണം ആ സ്ഥലത്ത് അവർ താൽക്കാലികമായി മാത്രമേ ഈ രക്ഷാദൗത്യം നിർത്തിയിട്ടുള്ളൂ. അവിടെ ഇപ്പോഴും അപകട സാധ്യതയുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതുവഴി വാഹനങ്ങൾ വിടാത്തത്. ഇനി നമ്മുടെ രക്ഷാദൗത്യത്തിലേക്ക് വരികയാണെങ്കിൽ എസ് കെ എൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് 9:30 ഒരു ടെക്നിക്കൽ ടീം എത്തും തൃശ്ശൂരിൽ നിന്നും എന്നുള്ളതാണ് പറയുന്നത്. ആ ടെക്നിക്കൽ ടീം ഇവിടെ എത്തി അവിടെ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഇവിടുത്തെ ഗംഗാവാലി നദിയിൽ പരിശോധന നടത്താൻ സാധിക്കുന്ന സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ്, അവരെത്തുമോ, അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടോ, പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യമുണ്ടോ, ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടമോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ഇനിയും ഉത്തരം നൽകിയിട്ടില്ല. നമ്മുടെ ടീം തൃശ്ശൂരിൽ സജ്ജമാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവരെ സ്വീകരിക്കുന്നതിനോ ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിനോ ഉള്ള ഒരു തരത്തിലുള്ള സാഹചര്യവും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ലഭ്യമാകുന്ന 1-2 വിവരങ്ങൾ അനുസരിച്ച് ഇന്നും ഈ അടിയൊഴുക്ക് ഈ നദിയിൽ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്ന പരിശോധന നടക്കും. കാരണം ഈ വരുന്ന ടീമിന് ഈ ഡ്രഡ്ജറൊക്കെ തന്നെ തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ ടീമിന് വന്ന് പരിശോധന നടത്തണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി നിലവിൽ ഇന്നും SDRFിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കാൻ പോകുന്നുണ്ട്. ഗംഗാവാലി നദിയിൽ പരിശോധന നടക്കും. അടിയൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് അത് മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കും. അതനുസരിച്ചായിരിക്കും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാന വെല്ലുവിളി അടിയൊഴുക്ക് തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കൂറ്റൻ യന്ത്രത്തിനും ഇവിടുത്തെ ഈ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നത് അറിഞ്ഞിട്ട് വേണം ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ രക്ഷാദൗത്യത്തിലേക്ക് കടക്കാൻ. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഒരു തരത്തിലുള്ള ദൗത്യ പ്രവർത്തനങ്ങളും ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇന്ന് ആകെ നടക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, തൃശ്ശൂരിൽ നിന്നുള്ള ടെക്നിക്കൽ ടീം വന്ന് ഇവിടെ ഒരു പരിശോധന നടത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അടിയൊഴുക്ക് കുറയുന്നുണ്ടോ എന്നൊരു പരിശോധന നടക്കും. അതിനപ്പുറത്തേക്കുള്ള നടപടികളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ ഈ റോഡ് മംഗലാപുരത്തേക്കുള്ള പ്രധാന പാതയാണ്, ഇവരുടെ സാമ്പത്തിക ഇടനാഴിയാണ്. ഇത് തുറക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വലിയ അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ വഴി സഞ്ചരിക്കുന്നതിന്. കാരണം 21 ദിവസത്തേക്ക് ഇനി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും വലിയ തോതിൽ കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഈ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും കുന്നിടിച്ചിലിനും മലയിടിച്ചിലിനും ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന രീതിയിലേക്കും പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിനാലാണ് ഇതുവഴി ഇപ്പോഴും ഗതാഗതം അനുവദിക്കാത്തത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.